السلام عليكم ورحمة الله. عليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. ولقد أرسلنا موسى بآياتنا إلى فرعون وملئه فقال إني رسول رب العالمين. فلما جاءهم بآياتنا إذا هم منها يضحكون وما نريهم من آية إلا هي أكبر من أختها وأخذناهم بالعذاب لعلهم يرجعون. وقالوا يا أيها الساحر ادع لنا ربك بما عهد عندك إننا لمهتدون. فلما كشفنا عنهم العذاب إذا هم ينكثون. ونادى فرعون في قومه قال يا قوم أليس لي ملك مصر وهذه الأنهار تجري من تحتي أفلا تبصرون أم أنا خير من هذا الذي هو مهين ولا يكاد يبين. فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين. فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين. صدق الله العلي العظيم. നമ്മൾ സൂറത്ത് സുഖ്റുഫിന്റെ ആശയമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി വിവരിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. അന്ന് നമ്മൾ അവസാനമായി പഠിച്ചത് അല്ലാഹുവിൻ്റെ ദിക്റിൽ നിന്ന് വിമുഖരായിക്കൊണ്ട് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു തആല ഒരു പിശാചിനെ കൂട്ടുകാരനായി നിശ്ചയിക്കും. ആ പിശാച് അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും അവരെ ദുർമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ദുർമാർഗത്തിലാണ് അവർ ജീവിക്കുക എങ്കിലും തങ്ങൾ നേരായ മാർഗത്തിലാണ് ജീവിക്കുന്നത്, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല കർമ്മങ്ങളാണ് എന്നാണ് പിശാച് അവരെ പഠിപ്പിക്കുക. അങ്ങനെ നാളെ പാരത്രിക ലോകത്ത് മനുഷ്യനെ വഴി പിഴപ്പിച്ച ഈ പിശാചും പിഴപ്പിക്കപ്പെട്ട മനുഷ്യരും ജഹന്നമിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ വഴി പിഴപ്പിക്കപ്പെട്ട മനുഷ്യർ പറയും, യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ. എനിക്കും നിനക്കുമിടയിൽ 2 ധ്രുവങ്ങൾക്കിടയിലുള്ള അന്തരമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഫബിഅസൽ ഖരീൻ, എത്ര മോശക്കാരനായ, എത്ര ഹീനനായ കൂട്ടുകാരനാണ് നീ എന്ന് അവിടെ വെച്ച് പറയും. അപ്പോൾ ഈ ലോകത്ത് പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി പാപികളായി ജീവിച്ചവർ നാളെ അവിടെ ചെല്ലുമ്പോൾ പരസ്പരം ശത്രുക്കളായി തീരും. ഇതാണ് നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. ഇനി തുടർന്ന് അല്ലാഹു തആല
ഒന്ന് രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. 46-ാമത്തെ ആയത്തിൽ വലഖദ് അർസൽനാ മൂസ ബിആയാതിനാ ഇലാ ഫിർഔന വമലഇഹി, മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിലേക്കും അവന്റെ പ്രമാണിമാരിലേക്കും അല്ലാഹു തആല നിയോഗിച്ചപ്പോൾ ഫഖാല ഇന്നി റസൂൽ റബ്ബിൽ ആലമീൻ, മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഞാൻ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതന്മാരാകുന്നു, അവൻ എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. ഫലമ്മാ ജാഅഹും ബിആയാതിനാ, ഇങ്ങനെ വെറും കൈയോടുകൂടിയല്ല മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയിൽ നിയുക്തനായത്, മറിച്ച് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി, തെളിവുകളോടുകൂടി, ദൃഷ്ടാന്തങ്ങളോട് കൂടിയാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. ആ ദൃഷ്ടാന്തങ്ങളോട് കൂടി അവരിൽ മൂസാ നബി അലൈഹിസ്സലാം ആഗതനായപ്പോൾ ഇദാഹും മിൻഹാ യദ്ഹഖൂൻ, എന്താണ് അവരുടെ പ്രതികരണം? അവർ മൂസാ നബി അലൈഹിസ്സലാമിനെ പരിഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത്. സൂറത്ത് യാസീനിൽ കാണാൻ സാധിക്കും, വമാ യഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅരിദീൻ എന്നൊരായത്തില് ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു പ്രവാചകന്മാർ അവരവരുടെ സമൂഹത്തിലേക്ക് ആഗതരാകുമ്പോഴും ആ പ്രവാചകന്മാരിൽ നിന്ന് വിമുഖരാകുന്ന സമീപനമാണ് ആ സമൂഹം സ്വീകരിച്ചത്. ആ പ്രവാചകന്മാരെ പരിഹസിക്കുന്നവരായിരുന്നു എല്ലാവരും. ഇതേ അനുഭവം തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിനും ഉണ്ടായത്. പക്ഷേ ആ ജനതയെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് വിവിധ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. രണ്ട് മുഅ്ജിസത്തുകളുമായാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. ഒന്ന് മൂസാ നബിയുടെ നിലത്തിട്ടാൽ പാമ്പാകുന്ന ഒരു വടി, രണ്ടാമത്തേത് തൻ്റെ കൈ വലത് കഷത്ത് വെച്ച് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രകാശിക്കുന്നതായിത്തീരും. ഈ ദൃഷ്ടാന്തങ്ങളുമായി മുഅ്ജിസത്തുകളുമായി വന്നപ്പോൾ അവർ പരിഹസിച്ചു, ഇത് മാജിക് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അങ്ങനെ കാലത്തിന്റെ നീളത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേറെയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. വമാ നുരീഹിം മിൻ ആയത്തിൻ ഇല്ലാ ഹിയ അക്ബറു മിൻ ഉഖ്തിഹാ, ഒരു ദൃഷ്ടാന്തത്തിന് ശേഷം മറ്റൊരു ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തത് ഇല്ലാ ഹിയ അക്ബറു മിൻ ഉഖ്തിഹാ, നേരത്തെ കാണിച്ചതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങളാണ് പിന്നീട് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. വഅഖദ്നാഹും ബിൽ അദാബി ലഅല്ലഹും യർജിഊൻ, എന്ന് മാത്രമല്ല അവർ പുനരാലോചന നടത്താൻ വേണ്ടി, അവർ ദുർമാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നാം അവരെ ചില്ലറ ശിക്ഷകൾ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് ആ ശിക്ഷകൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, ഫഅർസൽനാ അലൈഹിമു തൂഫാൻ, പ്രളയം മുഖേന നാം അവരെ പരീക്ഷിച്ചു. പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈജിപ്തിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടത്. ലോകത്തെ പുകൾപെറ്റ നൈൽ നദി ഒഴുകുന്ന നാടാണ് ഈജിപ്ത്. ഈ നൈൽ നദിയിലൂടെ വമ്പിച്ച പ്രളയം അവരെ ബാധിക്കുകയും അവർ അങ്ങേയറ്റത്തെ ദുരിതത്തിന് വിധേയരാകുകയും ചെയ്തു. അതിനുശേഷം വേറെ വൽജറാദ്, വെട്ടുകിളി ശല്യം. വെട്ടുകിളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചൂണ്ടുവിരലിന്റെ അത്ര നീളം കാണുകയില്ല, അതിനേക്കാൾ നീളം കുറഞ്ഞ ഒരു കിളിയാണ്, ഒരു പറവയാണ് വെട്ടുകിളി. പക്ഷേ അവ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈജിപ്ത് ഒരു കാർഷിക രാജ്യമാണ് എന്നല്ല, മുൻകാലങ്ങളിൽ അധിക രാജ്യങ്ങളും കാർഷിക രാജ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ കാലി വളർത്തൽ, മീൻ പിടിക്കൽ, ഇതൊക്കെയായിരുന്നു പുരാതന കാലത്തുള്ള ജീവിതായോധന മാർഗങ്ങൾ. പിന്നീട് ഇപ്പോൾ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, പുതിയ പുതിയ മാർഗങ്ങൾ തുറന്നിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ മുഖ്യമായും കാലി വളർത്തലും കൃഷിയുമായിരുന്നു ജീവിത സന്ധാരണ മാർഗങ്ങൾ. അപ്പോൾ
ഈ വെട്ടുകിളികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് ലക്ഷക്കണക്കിന് ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുക. മണിക്കൂറുകൾ കൊണ്ട് ഒരു ദിവസം പ്രഭാതം മുതൽ പ്രദോഷമാകുമ്പോഴേക്ക് ഒരു പ്രദേശം 100 കിലോമീറ്റർ കൃഷി കംപ്ലീറ്റ് അങ്ങ് വെട്ടി നിരപ്പാക്കി കളയും, വെടുപ്പാക്കി കളയും. ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത, ഒരു കതിരുകൾ പോലും ഇല്ലാത്ത രൂപത്തിൽ കൃഷി അങ്ങ് നശിപ്പിച്ച് കളയും, ഷെയ്വ് ചെയ്ത് കളയും. ഇതാണ് വെട്ടുകിളി ശല്യത്തിന്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെട്ടുകിളി ഇറങ്ങിയതായിട്ട് നാം ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാർഷിക രാജ്യത്ത് കൃഷിയെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒന്നായിട്ട് ലക്ഷക്കണക്കിന് വെട്ടുകിളികൾ ഇറങ്ങിയിട്ട് ആ കൃഷി ഒന്നായിട്ട് അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ വൽ ജറാദ, വെട്ടുകിളികളെ അല്ലാഹു തആല അവരിലേക്ക് നിയോഗിച്ചു. പിന്നെയോ വൽ ഖുമ്മല വദ്ദഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്തിൻ. അതുപോലെ തന്നെ കുമ്മൽ, പേൻ, വദ്ദഫാദിഅ, തവള. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ നിസ്സാരമായി തോന്നും. പേൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിയാണ്. പക്ഷെ ഒരു രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുടെയും തലയിൽ ഒന്നായിട്ട് പേൻ നിറയുക, എങ്ങനെ അതിനെ എടുത്ത് പോക്കാൻ ശ്രമിച്ചാലും അതിന് സാധ്യമാകാതിരിക്കുക. അപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒന്ന് സുഖമായി ഒരു സുഖനിദ്ര പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാസ്ഥ്യം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക, ജീവി ചെറുതാണെങ്കിലും. അതുപോലെ തന്നെ തവള, ഒന്നായിട്ട് തവളകൾ പെറ്റുപെരുക. എവിടെയും ജലാശയങ്ങളിലൊക്കെ തവള, അതിങ്ങനെ ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിത സ്വാസ്ഥ്യത്തിന് ഭംഗം വരുത്തുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ വദ്ദമ, ദം എന്ന രക്തം, നദികളിൽ, കുളങ്ങളിൽ, ജലാശയങ്ങളിൽ എല്ലാം രക്തമയമായി തീരുക എന്ന് വെച്ചാൽ വെള്ളം മലിനമായി തീരുക. മനുഷ്യനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. കുടിവെള്ളത്തിന് പോലും അവർക്ക് നിവൃത്തിയില്ലാത്ത രൂപത്തിലുള്ള ശിക്ഷ. ഇങ്ങനെ വ്യത്യസ്തമായ ശിക്ഷകൾ അല്ലാഹു തആല അവരെ ആസ്വദിപ്പിച്ചു കൊണ്ടിരുന്നു. ആയാത്തിൻ മുഫസ്സലാത്തിൻ ഫസ്തക്ബറു വകാനു ഖൗമൻ മുജ്രിമീൻ. ഇവിടെ പറയുന്നു, ഈ ആയത്തിൽ പറയുന്നു, വഅഖദ്നാഹും ബിൽഅദാബി ലഅല്ലഹും യർജിഊൻ. ഒരു ശിക്ഷ നൽകും, അതിനേക്കാൾ വലിയതായിരിക്കും അടുത്തത്. ഇങ്ങനെ ഈ ശിക്ഷകൾ മുഖേന അവർ പ്രയാസപ്പെടുമ്പോൾ, അവർ ദുരിതത്തിൽ അകപ്പെടുമ്പോൾ, വഖാലു യാ അയ്യുഹസ്സാഹിറു ഉദ്ഉ ലനാ റബ്ബക്, അവർ മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിക്കും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ. അവരെ വീണ്ടും വിചാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ശിക്ഷ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം അല്ലാഹുവിന്റെ ഹസ്തത്തിലാകുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അവർക്ക് ഈ ശിക്ഷകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവല്ലാതെ അവർ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹുകൾക്ക് അവർക്ക് ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ സാധ്യമല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണ് എന്നൊക്കെയുള്ള ഈ സത്യം അവരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ശിക്ഷകൾ അവർക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്. ഓരോ ശിക്ഷകൾ വന്ന് പൊറുതിമുട്ടുമ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാമിനെ സമീപിക്കും. യാ അയ്യുഹസ്സാഹിറു ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക് ഇന്നനാ ലമുഹ്തദൂൻ. അല്ലയോ സാഹിറെ, താങ്കൾക്ക് താങ്കളുടെ റബ്ബിലുള്ള ആ സ്ഥാനം പരിഗണിച്ചുകൊണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ ആഫത്തിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരിക. ഇന്നനാ ലമുഹ്തദൂൻ. ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നേർമാർഗം പ്രാപിച്ചു കൊള്ളാം. താങ്കൾ
നിയോഗിക്കപ്പെട്ട ഈ സന്ദേശം സ്വീകരിച്ചു കൊള്ളാം. ഓരോ ശിക്ഷകൾ വരുമ്പോഴും അവർ മൂസാ നബിയെ സമീപിച്ചുകൊണ്ട് ഇത് പറയാറുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അവർ മൂസാ നബി അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹു താലായുടെ ശിക്ഷയാണ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മൂസാ നബി ദുആ ചെയ്താൽ ഈ ദുരിതം നീങ്ങും എന്നൊക്കെ അവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന രൂപത്തിൽ അവർ അഭിസംബോധന ചെയ്യുന്നില്ല. യാ അയ്യുഹ സാഹിർ, അല്ലയോ സാഹിർ എന്നാണ് ഇവരിവിടെ അഭിസംബോധന ചെയ്യുന്നത്. സാഹിർ എന്നാൽ ജാലവിദ്യക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഈ മാജിക്, സിഹിർ വളരെ ആ മാജിക് എന്ന ആ വിദ്യ അത് അതിന്റെ പാരമ്യത്തിൽ എത്തി നിന്നിരുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ട് തന്നെയാണ് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന മുഅ്ജിസത്ത് അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയത്. മൂസാ നബി അലൈഹി ഇസ്ലാം മുഅ്ജിസത്തുമായി വന്നപ്പോൾ അവർ ഇത് ജാലവിദ്യയാണ്, സിഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ചെയ്തത്. എന്നാൽ അതേ ജാലവിദ്യക്കാരൻ എന്നാണ് ഈ ശിക്ഷയുടെ പിടിയിലകപ്പെട്ട ശേഷവും അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു സമൂഹം, ഒരു ജനത ധാർമ്മികമായി അധപ്പതിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് എത്തി നിൽക്കും? അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പോലും അവർക്ക് സൽബുദ്ധി ഉദിക്കുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു നിദർശനമായിക്കൊണ്ടാണ് പല മുഫസ്സിരീങ്ങളും ഇത് വിവരിക്കുന്നത്. ഇതേ സംഗതി നമുക്കറിയാം. നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ പ്രബോധനം ചെയ്തു. 950 കൊല്ലക്കാലം ആരും സ്വീകരിച്ചില്ല. ആകെ 82 പേർ മാത്രമാണ് 950 കൊല്ലക്കാലത്തെ ദഅവത്തിന്റെ ഫലമായി ആ സമൂഹത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത്. ആ സ്വീകരിച്ചവരെ അല്ലാഹു തആല നൂഹ് നബിയുടെ കപ്പലിൽ രക്ഷപ്പെടുത്തുമ്പോൾ മറ്റ് കാഫിറുകളായ ജനതയെ പ്രളയത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരുന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭാര്യയും സ്വീകരിച്ചിരുന്നില്ല. ഈ സത്യവിശ്വാസികളെല്ലാം കപ്പൽ കയറ്റിക്കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം രക്ഷപ്പെടുത്തുമ്പോൾ മകനുണ്ട് ആ പ്രളയത്തിൽ നീന്തി തുടിക്കുന്നു. മകനെ വിളിച്ചു, യാ ബുനയ്യർകം മഅനാ, എന്റെ കുഞ്ഞു മകനെ ഈ കപ്പലിലേക്ക് ഇങ്ങോട്ട് കയറിക്കോ. അഥവാ സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് ഈ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്താണ് ആ മകന്റെ പ്രതികരണം? സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, നിങ്ങളുടെ കൂടെ നമ്മളില്ല. ഒരു പർവ്വതം കാണിച്ചു കൊടുത്തു. പ്രളയം ഇങ്ങനെ വരുമ്പോ കുന്നിന്റെ മേലെ ഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുമല്ലോ, കാണിച്ചു കൊടുത്തിട്ട് സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, ആ പർവ്വതത്തിൽ ചെന്ന് നീന്തി ഞാൻ രക്ഷപ്പെടും, നിങ്ങളുടെ കൂടെ ഞാനില്ല എന്നാണ്. അപ്പോൾ ശിക്ഷ വന്ന് ഭവിക്കുമ്പോൾ പോലും സൽബുദ്ധി ഉദിക്കാത്ത അത്ര അധർമ്മത്തിൽ, പാപകർമ്മങ്ങളിൽ, ധിക്കാരത്തിൽ ആപതിച്ച് കഴിയുന്ന ജനതയുടെ അവസ്ഥയാണ് ഇത്. അവിടെ പോലും മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് യാ അയ്യുഹ സാഹിർ എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം, അതിന് മൂസാ നബിയെ സമീപിച്ചു. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണെന്ന രൂപത്തിൽ ആദരിക്കാനോ സമീപിക്കാനോ അവർ തയ്യാറല്ല. നിങ്ങളൊരു പക്ഷേ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ചവരുണ്ടാകും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവിടെ ഷാഹിർ എന്നിവിടെ അഭിസംബോധന ചെയ്യുന്നത് മൂസാ നബിയെ ആദരിച്ചുകൊണ്ടാണ് എന്നാണ് അവിടെ പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഷാഹിരീങ്ങൾക്ക്, ജാലവിദ്യക്കാർക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോ ആ നിലക്ക് മൂസാ നബിയെ ആദരിച്ചുകൊണ്ടാണ് ഷാഹിർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് അമാനി മൗലവിയുടെ തഫ്സീറിൽ ഉള്ളത്. മുൻകാലത്തെ ചില തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തഫീമുൽ ഖുർആനിൽ പറഞ്ഞ ആ വ്യാഖ്യാനമാണ്
നാം ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതാണ് കൂടുതൽ യുക്തമായി പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം മൂസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്തുമായി വന്നപ്പോൾ ഇത് ജാലവിദ്യയാണ്, സിഹറാണ്, യാ അയ്യുഹസ്സാഹിർ, ജാലവിദ്യക്കാരൻ എന്നൊക്കെ മൂസാ നബിയെ അഭിസംബോധന ചെയ്തതായി കാണാൻ പറ്റും, അവമതിച്ചുകൊണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയും അവർ മുഅ്ജിസത്തുമായി വന്നപ്പോൾ അത് സിഹറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനുമായി ആഗതനായപ്പോൾ ഖുറൈശികളും അവിടുത്തെ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാഹിർ എന്ന് അഭിസംബോധന ചെയ്തതായി കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് പൊതുവായ അവസ്ഥയെങ്കിൽ ഇവിടെ മാത്രം മൂസാ നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് സാഹിർ എന്ന് അഭിസംബോധന ചെയ്തു എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഇതില് പ്രത്യേകിച്ച് ഒന്നും കരുതാനില്ല. കാരണം ഖുർആൻ തഫ്സീറിൽ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങള്, വിവരണങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് ഒരു മുഫസ്സിറിന്റെ ഒരു വിവരണം നമുക്ക് ശരിയായി തോന്നുമെങ്കിൽ വേറൊന്ന് അത്രത്തോളം സാധുവായി തോന്നുകയില്ല. വേറൊരു മുഫസ്സിറിന്റെ വിശദീകരണമായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിന് സ്വീകാര്യമായി തോന്നുക. അത് സ്വാഭാവികമാണ്. വൈജ്ഞാനിക വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള വീക്ഷണ വൈചാത്യങ്ങളൊക്കെ ഉണ്ടാകും. അത്ര മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിന്റെ പേരിൽ ഒരാള് പോരാ, അല്ല വേറൊരാള് ഉഷാറാണ് എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല. ചില വിഷയങ്ങളിൽ വീക്ഷണം അങ്ങനെയായിരിക്കും, ചില വിഷയങ്ങളിൽ ഇങ്ങനെയായിരിക്കും. മുഫസ്സിരീങ്ങളുടെയൊക്കെ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. രണ്ടും കൂടി എല്ലാം കൂടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് ലഭിക്കുക. അത്രേ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ മൂസാ നബിയെ സമീപിക്കും, മൂസാ നബി ദുആ ചെയ്യും. ഇതൊക്കെ ദശകങ്ങളിലൂടെ ഉണ്ടായ സംഗതിയാണ്. ഒരു സുപ്രഭാതത്തിൽ പ്രളയം ഉണ്ടായി, അവർ മൂസാ നബിയെ സമീപിച്ചു, ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെ പിറ്റേന്ന് വെട്ടുകിളി ഇറങ്ങി. ഇങ്ങനെയൊന്നും മനസ്സിലാക്കേണ്ടതില്ല. സംവത്സരങ്ങളിലൂടെയാണ് ഈ പ്രക്രിയകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്യും. അല്ലാഹു തആല ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. ഇദാഹും യൻകുസൂൻ, അവരെ പിന്നെ ആ പഴയപടി തന്നെയാണ്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂറായണ, നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇതേ സമീപനമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ മനുഷ്യരെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ അവർ പുനരാലോചന നടത്താൻ വേണ്ടി അല്ലാഹു തആല എല്ലാ സമൂഹങ്ങളിലും ഈ സുന്നത്ത്, ഈ നടപടിക്രമം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിലെ ഒരു ആയത്തിൽ കാണാൻ സാധിക്കും, വലനുദിഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അവർക്ക് നാം ചെറിയ ചെറിയ ശിക്ഷകൾ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും, ചെറിയ 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 ഷോക്ക് ട്രീറ്റ്മെന്റുകൾ. എന്തിനു വേണ്ടി? വലിയ ശിക്ഷ വരുന്നതിന് മുൻപ് ലഅല്ലഹും യർജിഊൻ, അവർ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. ഇത് വൈയക്തിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം അല്ലാഹു തആല ഈ ഷോക്ക് ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കും. വ്യക്തികൾ എന്ന നിലക്ക് നമ്മുടെ പോക്ക് ശരിയല്ലെങ്കിൽ, നാം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ, നാം നമസ്കാരം അതുപോലെയുള്ള ഇബാദത്തുകളിൽ ഉദാസീനത വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ചെറിയ ചെറിയ ചില ശിക്ഷകൾ നമുക്ക് നൽകും. അത് രോഗത്തിന്റെ രൂപത്തിലായിരിക്കും, ഒരുപക്ഷെ തൊഴിൽ നഷ്ടത്തിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായ പരാധീനത നൽകിക്കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ വ്യക്തികൾക്കും അല്ലാഹു തആല ഇങ്ങനെ ഷോക്ക് ട്രീറ്റ്മെന്റുകൾ നൽകിക്കൊണ്ടിരിക്കും. കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും, സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കും, രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കും. അതെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹസ്തത്തിലാണെന്നും അള്ളാഹു തആലയുടെ തീരുമാനം അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നും, അള്ളാഹുവിന്റെ കയ്യിലാണ് എന്റെ ഭാഗധേയമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുസരണത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തആല നൽകുക. അപ്പോ നമുക്ക് എന്തെങ്കിലും ആഫത്തുകൾ സംഭവിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ
നാം ചിന്തിക്കേണ്ടത് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഖുർആന്റെ ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ അസ്വാബത്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്തുകൾ സംഭവിക്കുന്നുവെങ്കിൽ ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ സ്വകരങ്ങൾ പ്രവർത്തിച്ചതിൻ ഫലമായാണ്. വയഅഫു അൻ കസീർ, പക്ഷേ എല്ലാ നിങ്ങളുടെ കൊള്ളരുതായ്മകൾക്കും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്കും അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, പിടികൂടുന്നില്ല. വയഅഫു അൻ കസീർ, ധാരാളം കാര്യങ്ങൾ അല്ലാഹു തആല വിട്ട് മാപ്പാക്കുന്നുണ്ട്. ചില വിഷയങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അല്ലാഹു തആല ചില ശിക്ഷകൾ നൽകുക. അത് നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഫിറഔൻ ആ ജനതയെ അഭിസംബോധന ചെയ്തു. വനാദാ ഫിറഔനു ഫീ ഖൗമിഹി, ഫിറഔൻ ആ ജനതയെ അഭിസംബോധന ചെയ്തു. എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഈ കാലഘട്ടത്തിലെ പോലെ ഇങ്ങനെ എന്താ പറയാ, ടെലിവിഷൻ ചാനലുകളോ സോഷ്യൽ മീഡിയകളോ ഒന്നുമില്ലല്ലോ. ഇപ്പൊ രാജ്യത്ത് നമുക്കറിയാം, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടെലിവിഷനിലൂടെ കേരളത്തെ അഭിസംബോധന ചെയ്യുന്നു. നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഈ സംവിധാനം ഒന്നും വന്നില്ല. മറിച്ച് അന്ന് ഫിറഔൻ ആ രാജ്യത്തെ ദർബാറുണ്ട്, ആ ദർബാറിലൂടെയാണ് ഒന്ന് വിളംബരം ചെയ്യുന്നത്. രണ്ട്, അവന്റെ വിളംബരങ്ങൾ, വിജ്ഞാപനങ്ങൾ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ വിളംബരം ചെയ്യാൻ അവൻ ദൂതന്മാരെയും നെറ്റ്വർക്കുകളും ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിലുള്ള ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും വിളംബരങ്ങൾ. എന്താണ് ആള് വിളംബരം ചെയ്തത്? യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, അല്ലയോ ജനമേ, ഈ ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലയോ? ഇവിടുത്തെ ചക്രവർത്തി ഞാനല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നൈൽ നദികളും അതിന്റെ പോഷക നദികളുമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽപാദങ്ങൾക്ക് കീഴിലൂടെയല്ലയോ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ അല്ലയോ യാഥാർത്ഥ്യം? അം അന ഖൈറും മിൻഹു അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, അം അന ഖൈറുൻ, ഞാനാണോ ഖൈർ, ഉത്തമൻ, മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ, ഈ ഹീനനേക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ചൂണ്ടിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് പറയാം, ഈ ഹീനനായ മൂസായേക്കാൾ ഞാനല്ലയോ ഖൈർ, വലാ യകാദു യുബീൻ, ആ മൂസാ നബിക്ക് വാചാലമായി സംസാരിക്കാൻ പോലും കഴിയുകയില്ല. ഇൻസൾട്ട് ചെയ്യാണ്, അപമതിക്കുകയാണ്. നമ്മുടെ ഈ രാജ്യത്തെ ഭരണകൂടവും ഭരണാധികാരികളും മുസ്ലിങ്ങളെ അപമതിക്കുന്ന രീതി നമുക്കറിയാമല്ലോ. പല രൂപത്തിൽ ദേശക്കൂറില്ലാത്തവർ, അങ്ങനെ തുടങ്ങിയിട്ട് രാജ്യദ്രോഹികൾ, ഭീകരവാദികൾ, ഇങ്ങനെ അപമതിച്ചുകൊണ്ട് സംസാരിക്കുക. മൂസാ നബിയെ മാത്രമല്ല, മൂസാ നബിയിലൂടെ ആ കാലഘട്ടത്തിലെ ബനി ഇസ്രായേൽ മുസ്ലിം സമുദായത്തെയും ഇകഴ്ത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൂസാ നബിക്ക് വാചാലമായി സംസാരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ അയാൾ മൂസാ നബിയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ഈ മൂസാ നബിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് വാചാലമായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനുമായി അല്ലാഹു തആല അഭിമുഖ സംഭാഷണം നടത്തി മൂസാ നബിയോട് സംസാരിച്ചു. തൂർ പർവ്വതത്തിൽ വെച്ച്, അവിടെ വെച്ച് മൂസാ നബിക്ക് നുബുവത്ത് നൽകി. ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ, ഫിറഔനിലേക്ക് മൂസാ നബി അലൈഹി സ്വലാമിനെ ഈജിപ്തിലേക്ക് റസൂലായി നിയോഗിച്ചു. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാഥാ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ, എന്റെ മനസ്സിലുള്ള ടെൻഷനുകളെല്ലാം നീ ദൂരീകരിക്കണമേ. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ചക്രവർത്തിയെയാണ് ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഫ്രീ മനസ്സ്, ഹൃദയം നൽകണമേ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാറുണ്ട്, അവർക്ക് എക്സാം ഉണ്ടാവും, പലപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ സന്ദർഭത്തിൽ അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ ഒരു ദുആയാണ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരണമേ, ടെൻഷൻ ഫ്രീ മൈൻഡ്.
അപ്പോഴാണ് എക്സാം കൂളായിട്ട് പിന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കുക. അങ്ങനെ എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർവ്യൂ, ജോലിക്ക് ഇന്റർവ്യൂവിന് പോവുകയാണ്, ഈ ആണ് നടത്തേണ്ടത്. വയസ്സില്ലി എംഡി, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ. ഇത് പഠിച്ചു വെക്കുക, ഇത് കുട്ടികളെ പഠിപ്പിക്കുക. നാം തന്നെയും ഇത്തരം സന്ദർഭത്തിൽ, നമുക്കറിയാം പ്രഭാഷകന്മാരും ഖത്തീബന്മാരൊക്കെ ഖുതുബ നിർവഹിക്കുന്നതിന് മുൻപ് ക്ലാസിന്റെ തുടക്കത്തിൽ ഈ ദുആ ചെയ്യാറുണ്ട്, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. കാരണം വലിയ ഒരു ബൃഹത്തായ ആശയം ഒരു സദസ്സിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് യഥാവിധി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല ടെൻഷൻ ഫ്രീ മൈൻഡ് വേണം. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഈ ദുആ ചെയ്തു. മാത്രമല്ല വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ട് നീ അറുത്ത് തരണമേ, അഥവാ എനിക്ക് നീ വാചാലമായി സംസാരിക്കാനുള്ള വാഗ്മിത്വം നൽകി അനുഗ്രഹിക്കണമേ. യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് അവർക്ക് സുഗ്രാഹ്യമാകുന്ന വിധത്തിൽ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഈ ദുആ ചെയ്തതോടുകൂടി അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് ആ കഴിവ് നൽകി. പിന്നീട് ഒരു ഉജ്ജ്വല പ്രാസംഗികനായിരുന്നു, ഒരു പ്രതിഭാശാലിയായ വാഗ്മിയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം എന്ന് മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവന്റെ ദർബാറിലും മറ്റും നൽകിയ പ്രഭാഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഫിറഔൻ പറയുന്നത് വലാ യകാദു യുബീൻ, വാചാലമായി സംസാരിക്കാൻ പോലും കഴിയാത്തവൻ, ഇകഴ്ത്തുകയാണ് ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ട്. ഇത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിനെതിരിൽ എക്കാലത്തുമുള്ള ശത്രുക്കൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ നാട്ടിലും അത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളിൽ ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ സമൂഹത്തെ ഇകഴ്ത്തുന്നത്. എന്നിട്ടോ പിന്നെ കുറെ മൂസാ നബി പ്രവാചകനാണെങ്കിൽ, സർവലോക രക്ഷിതാവായ അള്ളാഹു നിയോഗിച്ചതാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്. ഒരു കഥയും കാതലും ഇല്ലാത്ത അതായത് അവൻ അങ്ങനെ സർവലോക രക്ഷിതാവ് നിയോഗിച്ച ഒരു പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ട് കനക കങ്കണങ്ങൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ആഭരണങ്ങൾ, വലിയ വലിയ ചക്രവർത്തിമാർക്കൊക്കെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പിന്നെ കിരീടങ്ങളും കനക കങ്കണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അണിയിക്കപ്പെടാത്തത് എന്ത്? ഇനിയിപ്പോ അതുമല്ല, മലക്കുകൾ ഈ മൂസാ നബിയോടൊപ്പം എന്തുകൊണ്ട് ആഗതരാകുന്നില്ല? വിനയാന്വിതരായിക്കൊണ്ട് ഇതാ ഈ മഹാനവറുകൾ ഈ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മലക്കുകൾ വരുന്നില്ല എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രവാചകത്വം നിഷേധിക്കാൻ വേണ്ടി കുറെ വാദഗതികൾ ആ രാജ്യത്തിന് മുൻപിൽ ഇവൻ ഉന്നയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറയാണ് ഫസ്തഖഫ ഖൗമഹു, ആ ജനതയെ, ആ നാട്ടുകാരെ അവൻ കൊച്ചാക്കി. ഫഅതാഉ, അങ്ങനെ ആ നാട്ടുകാരൊക്കെ അവനെ അനുസരിച്ചു, അവനെ ഫോളോ ചെയ്തു. എന്നിട്ട് അവസാനം പറയുന്നത് അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ, അവർ പാപികളായ, തെമ്മാടികളായ, ഫാസിഖുകളായ ഒരു ജനതയായിരുന്നു. ഇത് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ശത്രുക്കൾ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും ജയിലറകൾക്കുള്ളിൽ തളക്കാനും ആൾക്കൂട്ടാക്രമണം നടത്താനും അവരെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാനൊക്കെ ഒരുപാട് ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടി അവർ രാജ്യത്ത് ശക്തിപ്പെടാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം പ്രചണ്ഡമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ പരമോന്നത നേതാവായ പ്രധാനമന്ത്രിയും പ്രസിഡന്റും പോലും. എന്നിട്ട് അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇവരുടെ ഈ പ്രചണ്ഡമായ പ്രചരണത്തിന് വിധേയരായവര് അവര് നിരപരാധികളാണ്.
എന്ന രൂപത്തിലാണ് നാം ഒക്കെ സംസാരിക്കുക. അത് മീഡിയകളുടെ സ്വാധീനം കൊണ്ടാണ്, അത് പണക്കൊഴുപ്പ് കൊണ്ടാണ്, പണച്ചാക്കുകൾ ഇറക്കിയിട്ടാണ് എന്നൊക്കെ തുടങ്ങിയിട്ട് ഈ ഭരണാധികാരികളുടെ വിദണ്ഡാവാദങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന് വിധേയരായി മുന്നോട്ട് പോകുന്നവർ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിലാണ് സംസാരിക്കുക. ഇപ്പം നോക്കൂ, ഫലസ്തീനിൽ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ, മുസ്ലിം രാജ്യങ്ങൾ ഒഴികെ രാജ്യങ്ങളും ഭരണകൂടങ്ങളൊക്കെ അത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? അവർ ന്യായീകരിക്കുന്നത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. ഇതാണ് പറയുന്നത്. അമേരിക്ക അതാണ് പറയുന്നത്, ബ്രിട്ടൻ അതാണ് പറയുന്നത്, ഫ്രാൻസ് അതാണ് പറയുന്നത്. സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ള വീറ്റോ പവർ രാജ്യങ്ങളൊക്കെ അതാ പറയുന്നത്. ക്രൈസ്തവ രാജ്യങ്ങളുടെ ഒക്കെ നിലപാട് അതാണ്. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ നിലപാട് അതാണ്. നമ്മുടെ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ നിലപാട് അതാണ്. നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിന്റെ നിലപാട് അതാണ്. ഓക്കെ, ഇവിടെ ഈ നിലപാട് സ്വീകരിക്കുന്നവർ അവർ കുറ്റവാളികളാണോ? അല്ലേ? അല്ലാഹു തആല പറയുന്നു, ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. വിദണ്ഡാവാദങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ അത് ശരിവെക്കുന്നവർ ഫാസിഖുകളാകുന്നു, തെമ്മാടികളാകുന്നു. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പലതും പറഞ്ഞുകൊണ്ട്, പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ അധികാരത്തിൽ വരുന്നവർ, അധികാരത്തിലെത്തിയവർ, അവർ നിരപരാധികളല്ല. അല്ലാഹു തആലാന്റെ മുമ്പിൽ അവർ അപരാധികളാകുന്നു. ഫസ്തഖഫ ഖൗമഹു. ഈ ഭരണാധികാരി ഫിറഔൻ അവന്റെ ജനതയെ കൊച്ചാക്കി. ഫഅതാഉ. അങ്ങനെ അവർ ഇവനെ അനുസരിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഈ ഫിറഔന്റെ വാദഗതികളുടെ പൊള്ളത്തരം? വളരെ ക്ലിയർ ആണ്. അവൻ പറയുന്നത്, അലലിസ്തലി മുൽക്കു മിസ്ർ. എനിക്കല്ലയോ ഈജിപ്തിന്റെ ആധിപത്യം? ഈ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽപാദങ്ങൾക്ക് കീഴിലൂടെയല്ലയോ? ഇവിടെ ആരെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കല്ലയോ? ഈ ഏഴയായ മൂസാക്കാണോ? ഇതാണ് ആളുടെ ചോദ്യം. ഇവിടെ ഇവർക്ക് തിരിച്ചു ചിന്തിക്കാം. ഈ ഫറോവ ഇവിടെ ജനിച്ചു വളർന്നുണ്ടായ ഒരു മനുഷ്യനാണ്. ഇവിടെ അധികാരത്തിന് വരുന്നതിന് മുൻപും അനേകം ഫറോവമാർക്ക് മുൻപ് മറ്റ് ഭരണാധികാരികളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അവിടെ ഫറോവയായിരുന്നില്ല. അവിടെ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരികളായിരുന്നു. അപ്പോൾ ഇവിടെ ധാരാളം ഭരണാധികാരികൾ വന്നു പോയിട്ടുണ്ട്. അന്നൊക്കെയും ആ ഭരണാധികാരികൾ ഈജിപ്തിൽ അധികാരം വാഴുന്നതിന് മുൻപും നൈൽ നദി ഒഴുകിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ആ നൈൽ നദി മെഡിറ്ററേനിയൻ കടലിൽ ചെന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ശുദ്ധ പൊള്ളത്തരമാണ് എന്നാലോചിക്കാനുള്ള വിശേഷ ബുദ്ധി അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് ആ പ്രചരണത്തിൽ ആരെങ്കിലും വീഴുന്നുവെങ്കിൽ അവർ കൊള്ളരുതാത്തവരായതുകൊണ്ടാണ്. ഒരിക്കലും അവർ അപരാധികളല്ല. ഇന്ന് ലോകം ഫലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതി അത് കണ്ടില്ലെന്ന് നടിക്കുന്നുവെങ്കിൽ, അങ്ങനെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേലിന് അധികാരമുണ്ട് എന്ന് സമ്മതിക്കുന്നുവെങ്കിൽ, ആ സമ്മതിക്കുന്നവരൊക്കെ ഫാസിഖുകളാണ്. നാം ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മെ രാജ്യദ്രോഹികളും ഭീകരവാദികളും ഇവിടുത്തെ പൗരത്വം നിഷേധിക്കപ്പെടേണ്ടവരുമായി ഇവിടെ പ്രചണ്ഡമായ പ്രചരണം നടത്തുമ്പോൾ അതിന് അനുകൂലമായി വിധി എഴുതുന്നവർ ഇന്ന് ഈ രാജ്യത്തെ 10,000-കണക്കിന് പള്ളികളും മദ്രസകളും ധർമ്മസ്ഥാപനങ്ങളും ഈ രാജ്യത്ത് നിന്ന് വിഭാടനം ചെയ്യാൻ വേണ്ടി വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ അതിന് ചൂട്ടുപിടിക്കാൻ വേണ്ടി അജ്മീറിൽ നിന്ന് ചില മുല്ലമാർ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വരികയുണ്ടായി. അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഇമെയിൽ അതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട വേദിയിലേക്ക് അയക്കുകയുണ്ടായി. ഈ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത് ആ മന്ത്രി പറഞ്ഞത് വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ്. ഇവിടെ പള്ളികളും മദ്രസകളും ധർമ്മസ്ഥാപനങ്ങളും വിഭാടനം ചെയ്യാൻ വേണ്ടി തലമുറകൾ കഴിയുമ്പോൾ ഇവിടെ വഖഫ് സ്വത്തുക്കളില്ലാത്ത ഒരവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന്
എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും അത് കൊണ്ടുവന്ന മന്ത്രിയും പറയുന്നത് മറിച്ചാണ്. അതാരെങ്കിലും ശരിവെക്കുന്നുവെങ്കിൽ അവർ പോയത്തക്കാരാണ്, അവർക്ക് തിരിയാത്തത് കൊണ്ടാണ് എന്ന് നാം പറയും. അല്ലാഹു തആല അത് അംഗീകരിക്കുന്നില്ല. ഇത്തരം വിദണ്ഡാവാദങ്ങൾ ശരിവെക്കുന്നവർ ഫൈന്നഹും ഖൗമുൻ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ് എന്നാണ് അള്ളാഹുവിന്റെ വിധിയെഴുത്ത്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു തആലയുടെ തീരുമാനം യാഥാർത്ഥ്യത്തിന്റെ, സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടുത്തെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുകയില്ല. അങ്ങനെ എന്താണ് അല്ലാഹു തആല അവസാനം ചെയ്തത്? ഇവർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, അവർ അള്ളാഹുവിനെ വെറുപ്പിച്ചപ്പോൾ, അള്ളാഹുവിനെ കോപാകുലനാക്കിയപ്പോൾ മിൻഹും, നാം അവരോട് പ്രതികാരം ചെയ്തു. അവരെ എല്ലാവരെയും അല്ലാഹു തആല മുക്കിയൊടുക്കി ചെങ്കടലിൽ. പിൽക്കാലക്കാർക്ക് ഒരു ഗുണപാഠമാക്കി തീർത്തു അല്ലാഹു തആല. ഇന്ന് തെമ്മാടികളായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, തെമ്മാടിത്തം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ക്രൂരതയുടെ പര്യായങ്ങളായി കൊല്ലും കൊലയും നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർക്കും ഈ ഗതി തന്നെയായിരിക്കും. അവരും പിൽക്കാലക്കാർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ട് തെമ്മാടിത്തം അനുവർത്തിച്ചാൽ എന്തായിരിക്കും ഗതി എന്ന് ആ പിൽക്കാലക്കാർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ട് അല്ലാഹു തആല അവശേഷിപ്പിക്കും. പക്ഷെ അത് സമയത്തിന്റെ മാത്രം പ്രശ്നമാണ്. സമയത്തിന്റെ മാത്രം പ്രശ്നമാണ്. അല്ലാഹു തആലയുടെ ഘടികാരം ഒന്ന് വേറെയാണ്, നമ്മുടെ ഘടികാരം ഒന്ന് വേറെയാണ്. നമ്മുടെ ഘടികാരത്തിൽ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം ഇങ്ങനെയാണ്. അല്ലാഹു തആലയുടെ ഘടികാരത്തില് ഈ സ്കെയിലൊക്കെ വ്യത്യസ്തമാണ്. അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനം. ഇനി അല്ലാഹു തആല മറ്റൊരു പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇവർക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നാം അവതരിപ്പിച്ചപ്പോൾ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം അവർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ അവരതാ ആർത്തട്ടഹസിക്കുന്നു. അവർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഇലാഹുകളാണോ ഉത്തമർ, അതല്ല അദ്ദേഹമാണോ? വെറും കുതർക്കങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഇത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം? വിശുദ്ധ ഖുർആനിൽ ഈ മുശ്രിക്കുകളുടെ വിഷയത്തിൽ, മുശ്രിക്കുകൾ ഏതെല്ലാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുവോ ആ വിഗ്രഹങ്ങളെയും അവർക്ക് ആരാധന അർപ്പിച്ചവരെയും നാളെ അല്ലാഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ ഫത്തഖുൻ നാറ അല്ലതി വഖൂദുഹാ അന്നാസ് വൽ ഹിജാറതു ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട നരകത്തിലെ വിറക്, അവിടുത്തെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാകുന്നു. അഥവാ മനുഷ്യർ എന്തിന്റെയൊക്കെയോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നുവോ, അവക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നുവോ, ആ കല്ലുകളും നാളെ നരകത്തിൽ ഇന്ധനമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം ഉദാഹരണമായി വിവരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, സദസ്സിൽ വെച്ചാണ് ചോദിക്കുന്നത് മുശ്രിക്കുകളുടെ, അല്ല, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളാണോ, അതല്ല
ഈസാ നബി അലൈഹിസ്സലാമാണോ? ആരാണ് ഉത്തമൻ? സ്വാഭാവികമായി ഒരു പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം ആണ് ഉത്തമൻ. ഉത്തരം വ്യക്തമാണ്. അപ്പോൾ അവർ പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണ് പൊട്ടിച്ചിരിക്കാൻ കാര്യം? ഞങ്ങൾ ലാത്ത, ഉസ്സ, മനാത്ത ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു. ഈ വിഗ്രഹങ്ങളെല്ലാം നാളെ നരകത്തിൽ ഞങ്ങളോടൊപ്പം ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ലോകത്തുള്ള കോടാനുകോടി ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് ഈസാ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈസാ നബി ഞങ്ങളോടൊപ്പം നരകത്തിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ എന്ന് പറയുന്ന ഒരു മഹാൻ, ഉസൈർ അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു മഹാനായിരുന്നു. ഈ ഉസൈർ എന്ന് പറയുന്ന മഹാനവറുകളെ ആരാധിക്കുന്നവർ ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈസാ നബിയും ഉസൈറും ഒക്കെ നരകത്തിലായിരിക്കുമല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ആരാധ്യനും നരകത്തിൽ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഇത് കേവലം കുതർക്കത്തിന് വേണ്ടിയാകുന്നു ഇവർ ഇത് പറയുന്നത്. ബൽഹും ഖൗമുൻ ഹസിമൂൻ, അവർ കുതർക്കികളായ ഒരു ജനതയാകുന്നു. പിന്നെ ഈ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യമോ? അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയ 98-ാമത്തെ ആയത്തിൽ ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെല്ലാം നാളെ നരകത്തിലെ വിറകായിരിക്കും. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും ആ ശിക്ഷയിൽ. ആ സൂറത്തിൽ തന്നെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, എന്നാൽ ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവർ ഉലൈക അൻഹാ മുബഅദൂൻ, അവർ അവരുടെ കാലശേഷം പിൽക്കാലക്കാർ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കുകയും അവയോട് അവക്ക് ആരാധന അർപ്പിക്കുകയും അവയോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതല്ല. കാരണം അവരെ ഈ പിൽക്കാലക്കാർ ആരാധിച്ചതിൽ, അവർക്ക് ഇബാദത്ത് ചെയ്തതിൽ അവർ കുറ്റക്കാരല്ല. മറിച്ച് ഏതൊരു വിഗ്രഹങ്ങളെയാണോ ഇവർ ആരാധിച്ചു കൊണ്ടിരുന്നത്, ഈ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ തങ്ങളുടെ ചൊൽപ്പടിക്ക്, തങ്ങളുടെ ആരാധനയിലേക്ക്, തങ്ങളുടെ ഇബാദത്തിലേക്ക് ജനങ്ങളെ നയിച്ച ആൾ ദൈവങ്ങൾ, അങ്ങനെയുള്ളവരെല്ലാവരും നാളെ നരകത്തിൽ ഈ ആരാധ്യന്മാരോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും ശിക്ഷിക്കപ്പെടും. എന്നാൽ പ്രവാചകന്മാർ, ഔലിയാക്കന്മാർ, മഹാന്മാർ, അവരെയൊക്കെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ അവർ അതിന്റെ പേരിൽ പിൽക്കാലക്കാർ ചെയ്ത, മറ്റുള്ളവർ ഇവരറിയാതെ ചെയ്ത ഇവരുടെ കൽപ്പനക്കും ഇവരുടെ ദഅവത്തിനും വിരുദ്ധമായി അവർ ചെയ്ത ആ ശിർക്കുകൾക്കോ പാപങ്ങൾക്കോ ഒരിക്കലും അവർ കുറ്റവാളികളായിരിക്കുകയില്ല. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മറ്റൊരായത്തിൽ കാണാൻ പറ്റും ഒരാളും മറ്റൊരാളുടെ പാപം പേറുകയില്ല. അപ്പോൾ ഇവരങ്ങനെ ആർത്തട്ടഹസിച്ച് ചിരിക്കേണ്ട വിഷയമൊന്നുമല്ല ഇത് എന്ന് ചുരുക്കം. എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അല്ലാഹു തആല വിവരിക്കുകയാണ്. ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി, അദ്ദേഹം നാം നമ്മുടെ ധാരാളം അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനായിരുന്നു. മറ്റ് പ്രവാചകന്മാർക്ക് പോലും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങൾ ഈസാ നബിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് പിതാവില്ലാതെയാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല മറ്റ് പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കി അതിൽ ഊതിക്കഴിഞ്ഞാൽ
ആ രൂപത്തിന്, എന്ന് വെച്ചാൽ ഒരു പക്ഷിയുടെ ആകൃതിയിൽ കളിമൺ ഉണ്ടാക്കിയിട്ട് ഊതിക്കഴിഞ്ഞാൽ അതിന് ജീവൻ ലഭിക്കുകയും അത് പക്ഷിയായി പറന്നു പോവുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ, പാണ്ഡുരോഗികളെയൊക്കെ ഈസാ നബി അലൈഹി സ്വലാം ഒന്ന് തടവുന്നതിലൂടെ അവർക്ക് ശിഫ ലഭിക്കുമാകുന്നു. ആ മഹാമാരിയിൽ നിന്ന് അവർ മുക്തരാകുമായിരുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച സംഗതികള്, രഹസ്യങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന് വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനോടെ ആകാശ ലോകത്തേക്ക് ഉയർത്തി. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ ചെയ്ത അള്ളാഹുവിന്റെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനായിരുന്നു അദ്ദേഹം എന്നാണ് ഇവിടെ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിവരിക്കുന്നത്. എന്ന് മാത്രമല്ല, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ വത്തബിഊൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാക്കുകയും ചെയ്തു. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം നാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് മരണപ്പെട്ടു പോയിട്ടില്ല. അല്ലാഹു തആല ജീവനോടെ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അങ്ങനെ തന്നെ വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി. ഈസാ നബി അലൈഹിസ്സലാമിനെ റോമാ ഭരണകൂടം, അന്നത്തെ പിലാത്തോസ്, അവിടുത്തെ ഷാമിലെ ഗവർണർ കുരിശിലേറ്റി കൊന്നു എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ജൂതന്മാർ അതിൽ അഭിമാനം കൊള്ളുന്നു. അവരാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കോടതി കയറ്റിയത്. എന്നാൽ അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. അല്ലാഹു തആല അവങ്കലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പലപ്പോഴും പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഈ അമാനി മൗലവിയുടെയോ തഫീമുൽ ഖുർആനിലെയോ തഫ്സീറുകൾ മാത്രം അവലംബിച്ചുകൊണ്ടായിരിക്കുകയില്ല ക്വിസ് പ്രോഗ്രാമിലെ ചോദ്യം. ഈ ക്ലാസ്സുകളിൽ വിവരിക്കുന്ന കാര്യങ്ങൾ കൂടി ചോദ്യമായി വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി തീരുക? ഖിയാമത്ത് നാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാകുന്നു ഈസാ നബി അലൈഹിസ്സലാമിന്റെ പുനരാഗമനം. അല്ലാഹു തആല മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സുന്നത്താണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാകുന്നു നിങ്ങളെ നാം സൃഷ്ടിച്ചത്, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നതാണ്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അവസാനമായി ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമാണ്. ഫീഹാ തഹയ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ എന്ന് വേറെ ആയത്തിൽ കാണാം. ഇതേ ആശയം തന്നെയാണ്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെ മടക്കും എന്ന അള്ളാഹുവിന്റെ ആ സുന്നത്ത് നടന്നു കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ ജീവനോടെ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഈ ലോകത്ത് ആഗതനാകും. അതിൻ്റെയൊക്കെ മുന്നോടിയായാണ് ഇന്ന് ഇപ്പോൾ മധ്യപൗരസ്ത്യ ദേശത്ത് ഫലസ്തീനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിവരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമത് ആഗതനാകും. ഇന്നത്തെ സിറിയയിലുള്ള, അന്ന് ഷാം എന്ന് പറയും മൊത്തം, സിറിയയിലുള്ള പള്ളിയുടെ പേര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം ആഗതനാകുന്ന ആ പള്ളി ഇപ്പോഴും ഉള്ളതാണ്. ആ പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാം പറന്നിറങ്ങുക. അവിടെ നിന്ന് ഈസാ നബി അലൈഹി സ്വലാം ആ സുബ്ഹി നമസ്കാരത്തിൽ ഖാമത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ ഇമാം, കാരണം മുസ്ലിങ്ങൾ എല്ലാവരും ഈസാ നബിയുടെ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, ഹദീസുകളിലൊക്കെ ഉള്ളതാണ്. ഇമാം ഈസാ നബി അലൈഹി സ്വലാമിനെ ഇമാമത്ത് നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഇമാമിനോട് തന്നെ ഇമാമത്ത് നിർവഹിക്കാൻ പറയും.
അങ്ങനെ ഈസാ നബി ഇസ്ലാം പിന്നിൽ മഅ്മൂമായിക്കൊണ്ട് സുബഹി നമസ്കരിക്കും. പിന്നീട് ജൂതന്മാരുമായി ഒരു വമ്പിച്ച ഘോര യുദ്ധം ഉണ്ടാകും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനം. ദജ്ജാൽ വന്ന് ദജ്ജാലിന്റെ ഫിത്ന അങ്ങേയറ്റം ലോകത്ത് വ്യാപിക്കുമ്പോഴാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനം. ദജ്ജാൽ എന്നാൽ ജൂതന്മാരിൽ പെട്ടയാളാണ്, അഥവാ ജൂതന്മാരുടെ നേതാവാണ്. അവന്റെയും ജൂതന്മാരുടെയും ഫിത്ന കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഈ ദജ്ജാലിനെ നശിപ്പിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. അങ്ങനെ മുസ്ലിങ്ങളും ജൂതന്മാരുമായി ഘോരമായ യുദ്ധമുണ്ടാകും. ഒരൊറ്റ ജൂതനില്ലാതെ ഇന്ന് ഫലസ്തീനികളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂതന്മാരെ ഒന്നൊഴിയാതെ ആ ഫലസ്തീനിൽ വെച്ച് മീനായിൽ ഉളഹിയത്ത് അറുക്കുന്നത് പോലെ അറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. വരാനുള്ള സംഭവമാണ്. ഈ ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും തിരിച്ചു വരും. പിന്നീട് ഇവിടെ ഇസ്ലാം വീണ്ടും സംസ്ഥാപിക്കപ്പെടും. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ സംസ്ഥാപിക്കപ്പെട്ടതുപോലെ. എന്ന് മാത്രമല്ല, ഈ ലോകത്ത് നോ മോർ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനികൾക്ക് പിന്നീട് അസ്തിത്വമില്ല. ദൈവപുത്രനാണെന്നും അല്ല ദൈവമാണ് എന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന ആ ഈസാ നബി അലൈഹിസ്സലാം ഉടലോടെയും ഉയിരോടെയും ഇവിടെ വന്നുകൊണ്ട് യഥാർത്ഥ ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ പിന്നീട് ക്രിസ്ത്യാനിറ്റിക്ക് നിൽക്കക്കള്ളിയില്ല. ലോകത്ത് പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികളെല്ലാം ഇസ്ലാം സ്വീകരിക്കും, മൊത്തം മുസ്ലിങ്ങളായിരിക്കും. ഈ ജൂതന്മാർ അമ്പെ പരാജയപ്പെടും. ലോകത്ത് പൂർണ്ണമായി നീതി സംസ്ഥാപിക്കപ്പെടും. അങ്ങനെ പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം സ്വാഭാവിക മരണം പ്രാപിച്ചുകൊണ്ട് വഫീഹാ നുഈദുക്കും എന്ന് ഖുർആനിൽ പറഞ്ഞ വഫീഹാ നുഈദുക്കും എന്ന് ഖുർആനിൽ പറഞ്ഞ ഈ മണ്ണിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം മടങ്ങും. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പുനരാഗമനം അത് ഖിയാമത്ത് നാളിന്റെ ഒരടയാളമാകുന്നു. ഇത് തന്നെ നിങ്ങൾ 2 തഫ്സീറും വായിച്ചവരുണ്ടെങ്കിൽ, ഒരു തഫ്സീറിൽ ഈ തഫീമുൽ ഖുർആനിൽ മൗലാന മൗദൂദിയുടെ തഫീമുൽ ഖുർആനിൽ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പുനരാഗമനമല്ല ഇവിടെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞത് എന്നാണ് അതിൽ വിവരിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിൽ അമാനി മൗലവിയുടെ വിശദീകരണമാണ് ഞാൻ ഇവിടെ തഅക്കീദാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു വിഷയത്തിൽ ഒരു മുഫസ്സിറിൻ്റെതാവാം ഒരു പക്ഷേ നമുക്ക് സ്വീകാര്യമായി തോന്നുക, മറ്റൊരു വിഷയത്തിൽ മറ്റൊരു മുഫസ്സിറിൻ്റെതാവാം. ഇവിടെ നമ്മൾ ആരെയും മോശക്കാരാക്കേണ്ടതില്ല, ആരെയും വലിയവരാക്കേണ്ടതുമില്ല. ഇതൊക്കെ വൈജ്ഞാനിക വിഷയങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വീക്ഷണ വൈജാത്യങ്ങളാണ്. അതിൽ നമുക്ക് കൂടുതൽ ശരി എന്ന് തോന്നുന്നത് നാം സ്വീകരിക്കുക, അത്ര മാത്രമേ അതിൽ ഉള്ളൂ. ഇതൊന്നും പിന്നെ ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ നമ്മുടെ അഖീദയെയോ ആദർശത്തെയോ നമ്മുടെ അമലുകളെയോ ഒന്നും ബാധിക്കുന്ന സംഗതിയല്ല. ഈ കാര്യങ്ങളെല്ലാം വിവരിച്ച ശേഷം അല്ലാഹു തആല പറയുകയാണ്, ഫലാ തംതറുന്ന ബിഹാ വത്തബിഊൻ. ഈ വക വിഷയങ്ങൾ നിങ്ങൾ ഒരിക്കലും സംശയത്തിൽ അകപ്പെടാൻ പാടുള്ളതല്ല. വത്തബിഊൻ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, എന്നെ പിന്തുടരുക. ഹദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു ചൊവ്വായ മാർഗം. വലാ യസുദ്ദന്നകുമുശ് ശൈത്വാൻ, പിശാച് ഒരിക്കലും നേർമാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. ഇന്നഹു അദുവ്വുൻ മുബീൻ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈസാ നബിയുടെ കാര്യം പറഞ്ഞപ്പോൾ പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഈ ആരാധ്യന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ മൂപ്പരും നരകത്തിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരാധ്യന്മാർ നരകത്തിലാണെങ്കിൽ ഖുർആനിൽ പ്രവാചകനാണ്, മഹാന്മാരാണെന്നൊക്കെ പറയുന്ന ഇവരുണ്ടാവുമല്ലോ അവിടെ, അതുകൊണ്ട് നമുക്ക് വിഷയമില്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവര്, അങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ ഈ വിദണ്ഡാവാദങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സംശയാലുക്കളാകേണ്ടതില്ല. എന്നെ പിൻപറ്റുക, ഇതാണ് ചൊവ്വായ മാർഗം.
പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പല വിദണ്ഡവാദങ്ങളുമായി പിശാച് വരും. അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനം, തിരിച്ചു വന്ന ശേഷമുള്ള പ്രബോധനത്തെ കുറിച്ചാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്. അത് നാം ഓൾറെഡി നമ്മുടെ വിവരണത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂ. എന്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബ് ഏകനായ അല്ലാഹു തആലയാകുന്നു. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ചൊവ്വയായ മാർഗം എന്ന് ഈസാ നബി പ്രബോധനം ചെയ്യും. ഇങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഈ ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യപ്പെടുന്നത്. فاختلف الأحزاب من بينهم فويل للذين ظلموا من عذاب يوم أليم. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രബോധനത്തിൽ പല കക്ഷികളായി തിരിഞ്ഞു. കഴിഞ്ഞ ഈസാ നബിയുടെ ജീവിത കാലഘട്ടത്തിലുള്ള പ്രബോധനത്തെ കുറിച്ചാണ് പറയുന്നത്. അവർ വ്യത്യസ്ത കക്ഷികളായി പിരിഞ്ഞു. ദൈവമാണ്, ദൈവപുത്രനാണ്, അല്ല ഈസാ നബിയുടെ മാതാവും ദിവ്യത്വത്തിൽ പങ്കുള്ളവരാണ്. ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളായി അവർ തിരിഞ്ഞു. എന്നാൽ ഈ രൂപത്തിലുള്ള പുതിയ പുതിയ ആദർശങ്ങളും മതങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഈസാ നബി ഇസ്ലാം കൊണ്ടുവന്ന ആ യഥാർത്ഥ ദീനിൽ നിന്ന് ഭിന്നിച്ചു പോയവർ, അവർ വാലിമുകളാണ്, അവർ ശിക്ഷാർഹരാണ്. കാരണം വ്യക്തമായ സന്മാർഗ സന്ദേശം പ്രവാചകന്മാരിലൂടെ വന്നെത്തിയ ശേഷം, വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു തആല വിവരിച്ച ശേഷം മനുഷ്യർ സ്വന്തം സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വ്യത്യസ്ത കക്ഷികളായി തിരിഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാറ്റിമറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ശിക്ഷാർഹരാകുന്നു. ഇവിടെ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഇവർ ഖിയാമത്ത് നാൾ പെട്ടെന്ന് വന്ന് ഭവിക്കുന്നതിനെയാണോ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? വഹും ലാ യശൂറൂൻ, അവർ അറിയാത്ത രൂപത്തിൽ, നിലച്ചിരിക്കാത്ത രൂപത്തിൽ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ആകസ്മികമായി, നിലച്ചിരിക്കാത്ത രൂപത്തിലായിരിക്കും. സൂറത്ത് യാസീനിലുണ്ടല്ലോ, ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ ഖിയാമത്ത് നാൾ ഇങ്ങനെ മുൻകൂട്ടി ഇൻഫോം ചെയ്തുകൊണ്ട്, അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, ഇന്ന സമയത്ത് ഇന്ന സെക്കൻഡിലാണ് എന്നൊന്നും അറിയിച്ചു കൊണ്ടല്ല. വാഹിദ, അതൊരു ഘോരമായ ശബ്ദം മാത്രമായിരിക്കും. അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിവരിക്കുന്നു, കൃഷിവലന്മാർ തങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. കച്ചവടക്കാർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ പരസ്പരം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ജനങ്ങൾ അവരുടെ ജീവിത വൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഒരു വസിയ്യത്ത് ചെയ്യാനുള്ള അവസരം പോലും അവർക്ക് ലഭിക്കുകയില്ല. മക്കളോടൊരു കാര്യം പറയട്ടെ, ഭാര്യയോടൊരു കാര്യം പറയട്ടെ, ഒന്നും പറയാൻ അവസരം ലഭിക്കുകയില്ല. വീട്ടിൽ നിന്ന് മുറ്റത്ത് പീടികയിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയവർക്ക് ഒന്ന് വീട്ടിലേക്ക് മടങ്ങി വരാൻ പോലും അവസരം ലഭിക്കുകയില്ല. ആ രൂപത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ബഗ്തതൻ, പെട്ടെന്ന്. വഹും ലാ യശൂറൂൻ, അവർ ഒരിക്കലും നനച്ചിരിക്കാത്ത സന്ദർഭത്തിൽ. ഇനി ആ ഖിയാമത്ത് നാളിന് ശേഷമുള്ള അവസ്ഥ എന്താണ്?
ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ. ഈ ലോകത്ത് വളരെ ആത്മമിത്രങ്ങളായി വളരെ ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിച്ചിരുന്നവർ, അത് ഭാര്യാസന്താനങ്ങളാവാം, മാതാപിതാക്കളാവാം, ഉറ്റ ചങ്ങാതിമാരാകാം, സഹോദരി സഹോദരന്മാരാകാം, വളരെ അടുത്ത് അഖില്ല, വളരെ അടുത്താണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അദുവ്വുൻ, അവരെല്ലാവരും നാളെ ശത്രുക്കളായി തീരും. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, സഹധർമ്മിണിയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ഉറ്റ ചങ്ങാതിമാരിൽ നിന്ന് എല്ലാം പരസ്പരം ഓടി അകലുന്ന ദിവസം. എന്താണ് കാര്യം? ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യം തന്നെയുണ്ട് പിടിപ്പത്. തലയിൽ കത്തുമ്പോൾ എന്താണ് പെരമ്മൽ കത്തൽ എന്ന് പറയില്ലേ, ആ അവസ്ഥയായിരിക്കും. അന്നവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ആര്? ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. സ്വന്തം ഭാര്യയായിരിക്കാം, പക്ഷേ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ല ജീവിച്ചതെങ്കിൽ അവിടെ നാളെ ശത്രുക്കളായിരിക്കും. സ്വന്തം പിതാവായിരിക്കാം, ഇബ്രാഹിം നബിയുടെ പിതാവ് ആസറിനെ പോലെ. സ്വന്തം ഭർത്താവായിരിക്കാം, ആസിയ ബീവിയുടെ ഭർത്താവ് ഫറോവയെ പോലെ. സ്വന്തം മകനായിരിക്കാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനെ പോലെ. ഉറ്റ ചങ്ങാതിമാരായിരിക്കാം, പക്ഷേ അവിടെ ശത്രുക്കളായി തീരും. ഇല്ലൽ മുത്തഖീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിച്ചുകൊണ്ട് മുഅ്മിനുകളായി, മുസ്ലിങ്ങളായി, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നവരുടെ ബന്ധം അത് മാത്രം അല്ലാഹു തആല നിലനിർത്തും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുകയും മാറ്റി നിർത്തും. മഹ്ശറയിൽ വെച്ച് വേർപ്പെടുത്തും. പിതാവ് പുത്രനുമായി വേർപ്പെടുമ്പോൾ, ഭാര്യ ഭർത്താവുമായി വേർപ്പെടുമ്പോൾ, സഹോദരൻ സഹോദരനുമായി വേർപ്പെടുമ്പോൾ, ഉറ്റ ചങ്ങാതിമാർ വേർപ്പെടുമ്പോൾ ഒരിക്കലും അതിന്റെ പേരിൽ അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല, വ്യസനമുണ്ടാകുകയില്ല, വേദനയുണ്ടാകുകയില്ല. എന്തിനേറെ, പിതാവ് ആസറിനെ മലക്കുകൾ മുഖം കുത്തി ജഹന്നമിലേക്ക് വലിച്ചെറിയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ അശേഷം വേദനയുണ്ടാവുകയില്ല. എന്താണ് കാര്യം? ആരാണ് ഈ പിതാവ്? തന്നെ അഗ്നികുണ്ഡത്തിൽ എറിയാൻ കാരണക്കാരനായ പിതാവിനോട് ആ രാജ്യത്ത് നിന്ന് വിട പറയുമ്പോൾ, ഹിജ്റ ചെയ്യുമ്പോൾ, സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചന പ്രാർത്ഥന നടത്തും, അവൻ പരമകാരുണികനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ പിതാവിനോട് പറഞ്ഞ മകൻ ഇബ്രാഹിം നബിയാണ്. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിൽ മുഖം കുത്തി പിതാവ് ആസറിനെ വലിച്ചെറിയുമ്പോൾ മനസ്സിൽ ഒരു വേദന പോലും ഉണ്ടാവുകയില്ല. കാരണം മാതാപിതാക്കളോടുള്ള, മക്കളോടുള്ള, സഹോദരി സഹോദരന്മാരോടുള്ള, അടുത്ത കുടുംബാംഗങ്ങളോടുള്ള ഈ ദയ, ഈ സ്നേഹം, ഈ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ചെറിയ കുഞ്ഞുങ്ങൾ, ആരും അവരോട് വയന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മാതാവിനെ പിരിയാൻ അവർ തയ്യാറാവുകയില്ല, പിതാവിനെ പിരിയാൻ തയ്യാറാവുകയില്ല. മാതാവോ പിതാവോ അവരിൽ നിന്ന് അല്പം അകലുകയാണെങ്കിൽ അവർ കരയും. എന്താണ് കാര്യം? അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈ മാതാപിതാക്കന്മാരോട്, ഉറ്റ ബന്ധുക്കളോടുള്ള സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഇട്ടുകൊടുത്തിരിക്കുന്നു. അതേ അല്ലാഹു തആല നാളെ പാരത്രിക ലോകത്ത് വെച്ച് ഇല്ലൽ മുത്തഖീൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരല്ലാത്തവരുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ഊരും. അത് ഊരിക്കഴിഞ്ഞാൽ അവർ മഹാപാപികളോടൊപ്പം നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടാൽ പോലും യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല.
ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഇണകൾ എത്താതിരിക്കാൻ ഇപ്പോഴാണ് അവസരം. അവരെ അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുക, ദീനുൽ ഇസ്ലാമിന്റെ ശിക്ഷണശീലനങ്ങളിലൂടെ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവരെ സതുപദേശത്തിലൂടെ അവരെ പരിശുദ്ധ ഖുർആനിലേക്ക് നയിച്ചുകൊണ്ട്, ഖുർആൻ പഠനത്തിലേക്ക്, ഖുർആൻ ദർസിലേക്ക്, ദീനിനെ പഠിക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. പരലോകത്ത് അവസരമില്ല. നാളെ പരലോകത്ത് അവർ ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. നാം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ മുത്തഖീങ്ങളുടെ കാര്യം അല്ലാഹു തആല വിവരിക്കുകയാണ്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, എന്റെ ദാസന്മാരെ, ഇന്നേ ദിവസം നിങ്ങളൊട്ടും ഭയപ്പെടേണ്ടതില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്തവരായ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തഹബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഈണകളും ആനന്ദ തുന്തിരതരായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്, നിങ്ങളുടെ ചുറ്റും പരിചാരകന്മാർ ഭക്ഷണത്തളികകളും പാനീയ കോപ്പകളുമായി, മേത്തരം സ്വർണത്താലുള്ള താലങ്ങളുമായി നിങ്ങളെ അവർ ഇങ്ങനെ സമീപിച്ചു കൊണ്ടിരിക്കും, നിങ്ങളെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. വതലദ്ദുൽ അയ്യുൻ, നിങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന, കണ്ണിന് ആനന്ദം നൽകുന്ന എല്ലാം നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. വഅൻതും ഫീഹാ ഖാലിദൂൻ, അത് അല്പകാലം അനുഭവിച്ചുകൊണ്ട് ആ സ്വർഗത്തോട് നിങ്ങൾ വിട പറയേണ്ടതില്ല. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് മരണമില്ല, അവിടെ രോഗമില്ല, അവിടെ നിങ്ങൾ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ശയ്യാവലംബികളായി ജീവിക്കേണ്ടതില്ല. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ ശാശ്വതവാസികളായിരിക്കും. വതിൽകൽ ജന്നത്തുല്ലതി ഉരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ, ആ സ്വർഗം നിങ്ങൾ ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചതിൻ ഫലമായി നിങ്ങൾക്ക് അനന്തരം തന്നിരിക്കുന്നു. നിങ്ങൾക്കിതാ ഞാൻ എന്നേക്കുമായി അനന്തരമായി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമുണ്ടാകും. ലക്കും ഫിഹാ ഫാകിഹത്തുൻ കസീറ, ആ സ്വർഗപ്പൂന്തോപ്പിൽ നിങ്ങൾക്ക് ധാരാളം പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. മിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് ആഹരിക്കുന്നവരായിരിക്കും. നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരിക്കലും നിങ്ങൾക്കിനി ദുഃഖമില്ല, വ്യസനമില്ല, ഭയപ്പാടില്ല. നിങ്ങൾ ദാറുസ്സലാമിൽ, ശാന്തിയുടെ ഭവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർഗത്തിൽ നാം മാത്രം പ്രവേശിച്ചാൽ പോരാ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യാസന്താനങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അൽ-അഖില്ലാ, ഏറ്റവും ഉടപ്പിറപ്പുകളായി, ഏറ്റവും ആത്മമിത്രങ്ങളായി ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവേശിക്കണം. അതിന് നാം ഈ നേരായ മാർഗത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ നിരന്തരം പ്രബോധനം ചെയ്യുകയും അവരെ ആ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി സാധ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യാസന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും നേരായ മാർഗത്തിലൂടെ നയിക്കുകയും മുത്തഖീങ്ങളായി ജീവിപ്പിക്കുകയും
നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.